100% വിവിപാറ്റുകളും എണ്ണണമെന്ന ഹർജി കോടതി വിധി പറയാൻ മാറ്റിവെച്ചു. മോക്ക് പോൾ ആരോപണത്തിൽ ഹർജിക്കാർക്കെതിരെ സുപ്രീം കോടതി ഹർജിക്കാർ തെരഞ്ഞെടുപ്പിനെ തമാശയാക്കുന്നു, എല്ലാത്തിനെയും സംശയിക്കാനാകില്ലെന്നും ഹർജിക്കാരോട് കോടതി. കമ്മീഷൻ നൽകുന്ന വിശദീകരണത്തിൽ വോട്ടർമാർ തൃപ്തരെന്ന് കോടതി വ്യക്തമാക്കി. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണ ചേരുകയാണ്. ജിഷ്ണു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, 100% വിവിപാറ്റുകളും എണ്ണണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിച്ചിട്ടുള്ളത്. ഇതിൽ വാദം നടക്കവേ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, അതോടൊപ്പം തന്നെ ജസ്റ്റിസ് ദിവാങ്കർ ദത്ത എന്നിവർ അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് കേസ് പരിഗണിച്ചിട്ടുള്ളത്. ഈ കേസിന്റെ വാദം നടക്കവെയാണ് ഈ കാസർഗോഡ് മോക്ക് പോളുമായി ബന്ധപ്പെട്ട ചില പിശകുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി വിശദീകരണം ചോദിച്ചിരുന്നു. ഒപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ 2019 നടന്നിട്ടുള്ള ജനറൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കണക്കുകൾ വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വിശദീകരണം എന്നുള്ള രീതിയിൽ അറിയിക്കുകയും യാതൊരു തരത്തിലും ഇത്തരത്തിൽ വിവിപാറ്റുകളിൽ ക്രമക്കേടുകൾ നടന്നിട്ടില്ല എന്നുള്ളതാണ് കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഒപ്പം കോടതിയുടെ ഭാഗത്തു നിന്നും ചില നിരീക്ഷണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയുന്ന വിശദീകരണങ്ങൾ അത് പൊതുജനങ്ങൾക്ക്, വോട്ടർമാർക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അതിന്റെ മുഴുവൻ സാങ്കേതിക ഘടകങ്ങളും മനസ്സിലാക്കണം, അല്ലെങ്കിൽ അത് മുഴുവൻ വിശദീകരിക്കണം കോടതിയിൽ എന്നുള്ളത് അതൊരു സാങ്കേതികപരമായ അല്ലെങ്കിൽ അത് വാശി പിടിക്കാൻ സാധിക്കുന്നതല്ല. നിലവിൽ കമ്മീഷൻ നൽകുന്ന വിശദീകരണത്തിൽ വോട്ടർമാർ തൃപ്തരാണ്, വോട്ടർമാർക്ക് അക്കാര്യം മനസ്സിലാകുന്നുണ്ട് എന്നുള്ള കാര്യം കോടതി പോലും നിരീക്ഷിച്ചിട്ടുണ്ട്. അതോടൊപ്പം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ഈ വിവിപാറ്റിനെയും EVM മെഷീനെയും ചോദ്യം ചെയ്തുകൊണ്ട് ഹർജിക്കാർ തെരഞ്ഞെടുപ്പിനെ ഒരു തമാശയായിട്ടാണ് കാണുന്നത്. തെരഞ്ഞെടുപ്പിനെ ഗൗരവത്തിലെടുക്കാതെയും ഇതിന്റെ സാങ്കേതികത്തെ ചോദ്യം ചെയ്യുകയാണ് ഹർജിക്കാർ എന്നുള്ളൊരു വാദം, ആരോപണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും 100% വിവിപാറ്റുകളും എണ്ണണം എന്നാവശ്യപ്പെട്ടിട്ടുള്ള ഹർജി ഇപ്പോൾ വാദം കേട്ട ശേഷം കോടതി വിധി പറയാനായി മാറ്റിവെച്ചിട്ടുണ്ട്. ദേവിക, വ്യക്തമാണ്. ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.